ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കുന്നു അതേ രീതിയിൽ തന്നെ നമ്മൾ ജനങ്ങളിൽ എത്തിക്കണം. പ്രിസർവേറ്റീവോ കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത രീതിയിൽ കുറയാൻ പാടില്ല. അത് ശരി, അതൊക്കെ ശ്രദ്ധിക്കണം. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം എന്നാലേ ഇതിന് ഈ പൊടിക്കൊരു F0 വന്നിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്തായിട്ട് വെട്ടിയാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കമ്പനി കാണാൻ പറ്റുന്ന ന്യൂട്രി പ്രൈം എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സമ്പുഷ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ബ്രാൻഡ് നെയിമോട് കൂടിയിട്ട് ആട്ട ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ ഒരു മായവും കലരാത്ത രീതിയിൽ ജോസ് ചേച്ചിയും ടീമും ഒരു സ്ത്രീ സംരംഭകയാണ് ഈ ഒരു കമ്പനി നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു വന്നിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ന്യൂട്രി പ്രൈമിന്റെ വിശേഷങ്ങൾ അല്ലെ സമ്പുഷ്ടിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോവാണ്. നേരെ കമ്പനിക്കകത്തേക്ക്. ന്യൂട്രി പ്രൈം കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള ജോലേട്ടന് മുന്നേ ഞാനിപ്പോൾ ഞാനിവിടെ നിങ്ങളെ കമ്പനിയിലേക്ക് വരാൻ കാരണം ഞാൻ ആദ്യമായിട്ടാണ്, ഒത്തിരി കമ്പനിയിൽ ഞാൻ പോയിട്ടുണ്ട്, ഈ ഗോതമ്പ് പൊടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ആട്ട ചെയ്തെടുക്കുന്ന കമ്പനി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒത്തിരി ആയിട്ടുണ്ടാവും. ഈ 2022 സെപ്റ്റംബർ 3-ാം തീയതിയാണ് നമ്മുടെ കമ്പനിയുടെ ഇനാഗ്രേഷൻ നടന്നത്. നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് ലൈനിലാണ് ഇപ്പോൾ. ഞങ്ങൾ 3 പേര് കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയത്. ഞാൻ, എൻ്റെ അളിയൻ, അദ്ദേഹം വിദേശത്താണ്, വിനോദ് എന്നാണ് പേര്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ സിസ്റ്റർ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ 3 പേര് കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങൾ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചത്, സാധാരണ നമ്മൾ പുട്ടുപൊടി, അപ്പപ്പൊടി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾ കാണുന്നത്. ഈ ആട്ട എന്നുള്ള ഈ രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഗോതമ്പ് പൊടിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള കാരണം എന്താ? നമ്മൾ ജനങ്ങളിൽ വിഷമില്ലാത്ത ഒരു പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത ഫുഡുകൾ നമ്മൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. നമ്മൾ തുടക്കം തന്നെ ആട്ട ചെയ്യണമെന്നാണ് തീരുമാനിച്ചതും ആട്ടയാണ് ഞങ്ങൾ തുടങ്ങിയതും. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് സോട്ടക്സ് ചെയ്ത ഗോതമ്പ് കൊണ്ടുവന്ന് സോട്ടക്സ് ഇതായിട്ട് നിങ്ങൾ അത് പിന്നെ ഗോതമ്പ് പർച്ചേസ് ചെയ്യുന്നു? അതെ, സോട്ടക്സ് ഗോതമ്പാണ്. അതായത് നോർമൽ ഗോതമ്പിനെക്കാട്ടിൽ, നോർമൽ ഫ്ലോർ മിൽക്ക് ക്വാളിറ്റി ഗോതമ്പിനെക്കാട്ടിൽ കൂടുതലാണ് സോട്ടക്സ് ഗോതമ്പിന്. സോട്ടക്സ് ചെയ്ത ഗോതമ്പാണ് നമ്മൾ കൊണ്ടുവരുന്നതും. അത് നമ്മൾ വീണ്ടും ഇവിടെ കഴുകി ഉണക്കിയാണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ ഈ സോട്ടക്സ് ചെയ്തിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് റേറ്റിലും കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഫ്ലോർ മിൽക്ക് ക്വാളിറ്റി ഗോതമ്പിനെക്കാട്ടിൽ സോട്ടക്സ് ഗോതമ്പിന് കൂടുതൽ വരുന്നുണ്ട്. ശരി, ആ ഗോതമ്പാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കഴുകി ഉണക്കി പൊടിക്കുക. ഓക്കെ, ഇനി എനിക്ക് കാണേണ്ടത് നിങ്ങളുടെ ഈ ഒരു പറഞ്ഞ പ്രോസസ് ഉണ്ടല്ലോ, ആ രീതി ഒന്ന് കാണണം, അതിലേക്ക് നമുക്ക് പോകാം. തീർച്ചയായിട്ടും. ഇതാണ് നമ്മുടെ ഗോഡൌണ്. ഇവിടെയാണ് നമ്മൾ മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവരുന്ന സോട്ടക്സ് ചെയ്ത ഗോതമ്പ് സൂക്ഷിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഗോതമ്പ് എടുത്തുകൊണ്ട് ഇവിടെ വാഷ് ചെയ്തിട്ട് വെള്ളം തോർന്നതിന് ശേഷം ഇത് ഡ്രയറിലേക്ക് ഇടുകയാണ്. ഡ്രയറിലിട്ട് വെള്ളം ഇത് കംപ്ലീറ്റ് പോയതിനു ശേഷം കുറെ നേരം വെക്കണം, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ട്? അതായത് നമ്മളിത് വെള്ളം തോരുന്ന അത്ര നേരം വെച്ചാലേ അത്രയും എളുപ്പം നമുക്ക് ഇതാവും. വെള്ളത്തോടുകൂടി, നല്ല വെള്ളത്തോടുകൂടി ഡ്രയർ വെച്ചാലേ കൂടുതൽ സമയം എടുക്കും അത് ഉണങ്ങാനൊക്കെ. കംപ്ലീറ്റ് വെള്ളം വലിഞ്ഞതിന് ശേഷം ഈ ഗോതമ്പ് നമ്മൾ നേരെ ഈ ട്രേയിലേക്ക് മാറ്റുന്നു. ഈ ട്രേയിൽ നിന്ന് നമ്മൾ ഡ്രയറിലേക്ക് ഇടാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകും. നേരെ ഡ്രയറിലേക്ക് മാറ്റും. നന്നായിട്ട് ഉണക്കിയെടുക്കണം. നന്നായി ഉണങ്ങണം. അത് മോയ്സ്ചർ ചെക്ക് ചെയ്യണം. അത് ഡ്രയറിൽ ഇട്ടിട്ടാ ചെയ്യുന്നില്ല, വെയിലത്ത് വെച്ചിട്ടൊന്നും അല്ല. വെയിലത്ത് വെച്ചുള്ള പരിപാടിയില്ല, മെഷീൻ തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത് ഈ ട്രേയിലിട്ടു. ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്ന ട്രയറിലേക്ക്. ഈ ട്രയറിനുള്ളിൽ 12 ട്രേ ആണ്. ഈ ട്രേയിൽ എല്ലാത്തിലും ഒരേ അളവിലാണ് ഗോതമ്പ് നിരത്തേണ്ടത്. അപ്പോഴാണ് അതിന്റെ ഉണക്കിന് കറക്റ്റ് ആയിട്ടൊരു ഇത് വരുത്തുള്ളൂ. എല്ലാവരും കറക്റ്റ് ചൂട് കിട്ടണം. അപ്പോൾ ഓരോ ട്രേയിലും ഇടുന്ന അളവ് ഒരേപോലെ ആയിരിക്കണം. ഇത് നിരത്തിയതിന് ശേഷം നമ്മൾ ഇത് അടച്ച് ഉണങ്ങാൻ വേണ്ടി ഇത് വെക്കുകയാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഉണ്ട്. നമ്മളിത് ഉണങ്ങുന്ന കഴിയുമ്പോൾ മോയ്സ്ചർ ചെക്ക് ചെയ്യും. മോയ്സ്ചർ ചെക്ക് ചെയ്യണം. നമ്മുടെ മെഷീൻ ഇതാണ്. നമ്മൾ മോയ്സ്ചർ ചെക്ക് ചെയ്യുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ മോയ്സ്ചർ ഒക്കെ ചെക്ക് ചെയ്ത്? മോയ്സ്ചർ ചെക്ക് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ടൊരു അളവിൽ വേണം ഇത് ഉണങ്ങി കിട്ടാൻ. ഒരുപാട് ഉണങ്ങി കൂടിപ്പോകാൻ പാടില്ല, എന്നാൽ ഉണക്ക് കുറയാൻ പാടില്ല. അത് ശരി, അതൊക്കെ ശ്രദ്ധിക്കണം. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം എന്നാലേ ഇതിന് ഈ പൊടിക്കൊരു കറക്റ്റായിട്ട് ഇതിന്റെ ലൈഫ്, ഇതിന്റെ ഒരു ടേസ്റ്റ്, ഇതെല്ലാം ഇതിന്റെ ഉണക്കിന്റെ പരുവം കറക്റ്റ് ആണെങ്കിലേ ഇത് നടക്കത്തുള്ളൂ. അല്ല, ഈ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മളൊന്നും ചേർക്കുന്നില്ല. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ഇത് നമുക്ക് 6 മാസം ഇരിക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ 3 മാസമേ നമ്മൾ വാലിഡിറ്റി കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ഡ്രൈ ചെയ്യുന്നതിന്റെ ഇതിലാണോ നിങ്ങൾ ഇതിന്റെ ലൈഫ്? തീർച്ചയായിട്ടും, അത് മാത്രം മതി. അതിനുശേഷം നമ്മൾ ഈ ഗോതമ്പ്, അപ്പൊ ഇത് ചൂടായിരിക്കും, വീണ്ടും ഇത് തണുക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ പൊടിക്കാൻ കൊണ്ടുപോകുന്നത്. അടുത്ത മെഷീൻ ഇതാണ്. ഇതിന്റെ അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് പൊടിക്കലാണ്. പൾവറൈസറിൽ കൊണ്ടുവരുന്നു, നമ്മൾ പൊടിക്കുന്നു. 2 പൾവറൈസർ വെച്ചിട്ടാണ് ഇവിടെ പൊടിക്കൽ പരിപാടി. 2 പൾവറൈസറേ ഉള്ളൂ നമുക്ക്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ. ഇനിയും കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മൾ ഇത് 2 എണ്ണത്തിൽ വെച്ച് നമ്മൾ പൊടിക്കുന്നു. പൊടിച്ച് അതിന് ശേഷം വീണ്ടും നമ്മൾ കൂളിങ്ങിന് വെക്കുന്നുണ്ട്. കാരണം ഇത് പൊടി വരുന്നത് ചെറിയ ചൂടിലായിരിക്കും. നമുക്ക് അന്നേരം ഇത് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പൊടിക്കുന്ന പൊടി നമ്മൾ നാളെ നമ്മൾ പാക്ക് ചെയ്തു. അങ്ങനെയുണ്ട്. കാരണം ഇത് തണുക്കണം. ഇന്ന് ഇപ്പൊ വൈകുന്നേരം വരെ പൊടിക്കുന്ന പൊടി
പൊടി തണുത്ത് വരണേ കുറേ സമയമെടുക്കും. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് സൂക്ഷിക്കുന്നത്, ഈ പൊടി നമ്മൾ സൂക്ഷിക്കുന്നത് ഇവിടെ ഒരു കൂളിംഗ് ഏരിയ ഉണ്ട്. ഇതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ തന്നെ നെറ്റൊക്കെ ചെയ്തിട്ടാണല്ലോ. 4 സൈഡിലും നെറ്റ് ചെയ്ത്, കാരണം ഇതിനകത്തിൽ ഒരു പ്രാണികൾ ഒന്നും വീഴാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം കംപ്ലീറ്റ് വെക്കുമ്പോൾ അതിലൊന്നും വന്ന് വീഴാൻ പാടില്ല, ഒന്നും വീഴാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഈ നെറ്റിന്റെ കൂടാരത്തിനുള്ളിൽ 4 സൈഡിൽ നമ്മൾ ഈ ട്രേക്കകത്തിൽ വെച്ചിട്ട് ഇത് കൂളിംഗ് ഏരിയ കയറ്റി വെക്കുന്നു. 4 സൈഡിൽ നെറ്റ് ഉണ്ട്. ഇത് സേഫ് ആണ്. ഒരു പ്രാണികൾ പോലും ഇതിനകത്ത് വീഴത്തില്ല. ഇതിനുശേഷം നമ്മൾ ഇതിനെ നാളെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഇടയുന്നുണ്ട്. ഇടയാന്ന് വെച്ചാൽ ഇടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചെടുക്കുക. ഇവിടെ നമ്മൾ നമ്മുടെ ഭാഷ. അപ്പൊ നമ്മളിത് ഇടയുന്നു. ഇടഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാക്കിങ്ങിലേക്ക്, അപ്പൊ തന്നെ നമ്മൾ പാക്കിംഗ് മെഷീനിലേക്ക് ഇടുകയാണ്. പാക്കിംഗ് മെഷീൻ വലിയൊരു മെഷീനാണല്ലേ? നല്ലൊരു മെഷീനാണ്. ഒരു CNC മെഷീനാണ്. മാർക്കറ്റിൽ കിട്ടുന്നതിൽ നല്ലൊരു മെഷീനാണ് നമ്മൾ എടുത്തേക്കുന്നത്, ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നേരെ ഡയറക്റ്റ് നിങ്ങൾ ഈ പാക്കിംഗ് മെഷീന്റെ ഈ ഒരു ബിന്നിലേക്ക്, ഒരു സൈഡിലേക്ക് കൊടുത്താൽ മതി. പിന്നെ അത് ഓട്ടോമാറ്റിക് ആണ്. അതിനകത്തിലെ ഈ സ്ക്രൂ കൺവെയർ വഴി കയറി മുകളിൽ പോയി അവിടുന്ന് താഴെ അതിന്റെ സർവോവറാണ്, അത് സെറ്റായി പായ്ക്കായി നമുക്ക് പാക്കറ്റായിട്ട് ഇവിടെ കിട്ടും. പുറത്തേക്ക് വരിക. ഭംഗിയുണ്ട്. ഈ ഒരു കാഴ്ച കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്നത് ഗോതമ്പ് പൊടിച്ചെടുക്കുന്നതാണ്. ഇത് മാത്രമാണ് നിങ്ങൾ ഇപ്പൊ ചെയ്തെടുക്കുന്നത്? അല്ല, നമുക്ക് പുട്ടുപൊടിയുണ്ട്, അപ്പപ്പൊടിയുണ്ട്. നമ്മൾ റവ റോസ്റ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ബ്രാൻഡിൽ ഇറക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഗോതമ്പ് മാത്രമല്ല. അല്ലല്ല, അതും വരുന്നത് സമ്പുഷ്ട എന്നുള്ള തന്നെയാണ്. സമ്പുഷ്ട എന്നുള്ള പേരിൽ തന്നെയാണ്. നമ്മുടെ ബ്രാൻഡ് നെയിമാണ് സമ്പുഷ്ട. എല്ലാം സമ്പുഷ്ട എന്ന പേരിലായിരിക്കും നമ്മൾ വരുന്നത്. മൈദ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്ന പുട്ടുപൊടി, ഈ പുട്ടുപൊടി നിങ്ങൾ ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സ് ഇപ്പൊ നമ്മൾ ഗോതമ്പ് കണ്ട അതേ രീതി തന്നെയാണ് വരുന്നത്? അതേപോലെ തന്നെ നമ്മൾ ഗോഡൌണിൽ നിന്നും നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന അരി ഇവിടെ കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെ വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ സ്റ്റീമറിലേക്ക് കയറ്റുകയാണ്. സ്റ്റീം പുട്ടുപൊടിയാണ് നമ്മുടെ പുട്ടുപൊടി. അപ്പോൾ നമ്മളിത് സ്റ്റീം ചെയ്യാൻ വെക്കുന്നു. സ്റ്റീം ചെയ്തതിന് ശേഷം പൊടിക്കുന്നു. പൊടിച്ചതിന് ശേഷം നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. പൊടിച്ചിട്ട് ഒന്നുകൂടി നിങ്ങൾ റോസ്റ്റ് ചെയ്യുന്നുണ്ട്? റോസ്റ്റ് ചെയ്യും, തീർച്ചയായിട്ടും. റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കൂളിംഗ് അതിനുശേഷം പാക്ക് ചെയ്യും. ഒരു സാധനം നമ്മൾ ചൂടായിട്ട് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പാക്ക് ചെയ്താൽ അതിനകത്ത് ഈർപ്പം, മോയ്സ്ചർ ഉണ്ടാവും. അത് വിഷയമാണ്. ഇവിടെ ഈ പ്രോഡക്റ്റ് ഇപ്പൊ എവിടെയൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ നമുക്കിപ്പോ കിട്ടുന്നുണ്ട്? നമ്മളിപ്പോ ചെയ്യുന്നത് ശരിക്കും ഒരു കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ലയുടെ പകുതി, ഈ 3 ജില്ലയുടെയും മധ്യത്തായിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനം. മറ്റുള്ള ജില്ലയിലേക്ക് ഇൻ കേസ് ഇപ്പൊ വീഡിയോ കണ്ടിട്ട് വിളിക്കുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കാനുള്ള? തീർച്ചയായിട്ടും. ഞങ്ങളുടെ ഒരു ആര് വിളിച്ചാലും ഞങ്ങൾക്ക് ഏത് ഭാഗത്തേക്ക് വേണമോ ആ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിക്കാനുള്ള എല്ലാ കരുതലുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രൈസ് റേഞ്ച് എങ്ങനെ നിങ്ങൾക്ക് വരുന്നത്? നമ്മൾ ഓപ്പൺ മാർക്കറ്റിലെ മറ്റുള്ള പ്രോഡക്റ്റ് ഒക്കെ വെച്ച് നോക്കുന്ന എങ്ങനെ റേറ്റ് വരുന്നത്? നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ മറ്റുള്ള പ്രോഡക്റ്റ്, ബ്രാൻഡ് പ്രൊഡക്റ്റുമായിട്ട് വലിയ കൂടുതലില്ല. നമ്മൾ അതിനെക്കാട്ടി താത്തനൊക്കെയാണ് കൊടുക്കുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നത്? കാരണം നിങ്ങളെ സോർട്ടെക്സ് ആയിട്ടൊക്കെയാണ് പ്രോഡക്റ്റുകൾ വരുന്നത്. നമുക്ക് നല്ല രീതിയിൽ എക്സ്പെൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ വാഷിങ്, അതിനുശേഷം ഡ്രയറിൽ ഉണക്കുന്നത് നല്ല എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമുക്ക് വലിയ ലാഭം എടുക്കാതെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുകയാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ വലിയ ലാഭം എടുക്കാതെ കൊടുക്കുന്നു. പക്ഷെ കൂടുതൽ ക്വാണ്ടിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും അതിനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് വ്യവസായമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവര് നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പമുണ്ട്. കാരണം അവർക്കെല്ലാം അറിയാം നമ്മൾ ഈ പ്രൊഡക്റ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി കാര്യങ്ങളൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് വ്യവസായികൾക്ക് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ ജോസ് ചേച്ചി ടീമാണ് നമ്മുടെ കൈകളിലേക്ക് സമ്പുഷ്ട എന്നുള്ള ബ്രാൻഡ് നെയിമോട് ഈ പ്രോഡക്റ്റ് ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, ഞാനിവിടെ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ത്രീ സംരംഭകയാണ്. ഒത്തിരി സ്ത്രീ സംരംഭകരെ ഞാൻ എൻ്റെ ചാനൽ കൂടി ലോകത്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ്, ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിമോടുകൂടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യാനും നമ്മളിലേക്ക് എത്തിക്കാനുള്ള കാരണം എന്താണ്? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഫുഡ് കൊടുക്കുന്നു അതേ രീതിയിൽ തന്നെ നമ്മൾ ജനങ്ങളിൽ എത്തിക്കണം. പ്രിസർവേറ്റീവോ കെമിക്കൽസോ ഒന്നും ചേർക്കാത്ത രീതിയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ ആഹാരം എടുക്കുന്നു അതേ രീതിയിൽ തന്നെ കൊടുക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഈ പ്രദേശവാസികൾക്ക് തൊഴിൽ കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെ ഒന്നും ഉൾപ്പെടുത്താതെ നമ്മുടെ അയൽവാസികൾ ആയിട്ടുള്ളവർ മാത്രമാണ് നമ്മൾ ജോലിക്ക് നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ എനിക്ക് സപ്പോർട്ടിന് എൻ്റെ ഹസ്ബൻഡുണ്ട്, ബ്രദറുണ്ട്, ബ്രദറിൻ്റെ ഫ്രണ്ടുണ്ട്. ഞങ്ങളെല്ലാം ചേർന്നാണ് ഞങ്ങളിത് ഈ സംരംഭം ഇങ്ങനെ എത്തിക്കുന്നത്. വൃത്തി ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങളുടെ പ്ലാന്റിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ക്ലീനിങ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
പിന്നീട് നമുക്ക് മാർക്കറ്റിൽ എത്തിക്കുന്നതിനകത്ത് നമുക്ക് വൻകിട ഈ ബ്രാൻഡുകളോട് ഒപ്പം നിൽക്കേണ്ടതായ ഒരു പ്രയാസമുണ്ട് നമുക്ക്. എന്നാലും ജനങ്ങൾക്ക് റീസണബിളായിട്ട് തന്നെ നമ്മൾ കൊടുക്കാനാണ് നമുക്ക് പറ്റുന്നത്. നമുക്ക് വലിയ ലാഭമൊന്നും കിട്ടുന്നില്ല, എങ്കിൽ തന്നെയും നമ്മൾ അങ്ങനെ ആളുകൾക്ക് അത് എത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. കാരണം നമ്മൾ വൃത്തിയിലായാലും മിൽക്ക് ക്വാളിറ്റി ഒന്നും അല്ല, നമ്മൾ എടുക്കുന്ന നല്ല ഗോതമ്പ് തരംതിരിച്ച നല്ല ഗോതമ്പ് തന്നെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്തായാലും കാണാനും വരാനും പരിചയപ്പെടാനും ഒക്കെ പറ്റി വലിയ സന്തോഷമുണ്ട്. എന്തായാലും കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകര് വലിയ രീതിയിൽ ഇത് ഏറ്റെടുക്കുന്നുള്ള ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ന്യൂട്രി പ്രൈം ആഗ്രോ ഫുഡ്സിന്റെ വിശേഷങ്ങൾ. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് ന്യൂട്രി പ്രൈം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമ്പുഷ്ട് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമിലാണ്. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ജോയ്സ് ചേച്ചിയും ടീമും നമ്മുടെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംരംഭകരെ സത്യമായിട്ട് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം ഇങ്ങനെ വരുന്ന നല്ല പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, മായം കലരാത്ത രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നുണ്ട്, കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളെ കൈകളിലേക്ക് ഇതേപോലുള്ള മായം കലരാത്ത നല്ല പ്രോഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നാളെ അസുഖമില്ലാത്ത, രോഗമില്ലാത്ത ഒരു കാലത്തേക്ക് നമുക്ക് മാറാനുള്ള ഏറ്റവും നല്ല കാര്യമാണ് ജോയ്സ് ചേച്ചിയും ടീമും ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂടുതലായിട്ട് ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.